ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ കല്യാണങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി കായ്ച്ചാറും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ടേ കുക്കറിൽ കണ്ടിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരട്ടെ. അപ്പത്തിന് ഇവിടെ കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വാഴക്കേ ഒന്ന് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. 2 ഉരുളക്കിഴങ്ങും 2 കത്തിരിക്കയും ഒരു തുണ്ട് കുമ്പളങ്ങയും ഒരു മാങ്ങ, ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും തൊലിച്ചിട്ടിട്ടുണ്ട്. ഒരു 4 തക്കാളിയും 3 പച്ചമുളകും ഒരു മുരിങ്ങക്കായി, താളിക്കാൻ ആവശ്യമുള്ള ഒരു വെല്ലുള്ളി അരിഞ്ഞതാണ്. പിന്നെ അത് 150 ഗ്രാം സാമ്പാർ പരിപ്പ്, നമ്മുടെ സാദാ പരിപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പത്തിന് നമ്മുടെ പരിപ്പൊന്ന് വെന്ത് വന്നിക്കണ്. നമുക്കതൊന്ന് ഓഫാക്കിയിട്ട് വിസിലൊക്കെ ഒന്ന് തുറന്നു വിടാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വേവണം കേട്ടോ. നല്ല അങ്ങോട്ട് വേവാൻ പാടില്ല. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് കൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ തൊലിച്ച് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഒരു 3-4 വെളുത്തുള്ളിയും മല്ലിത്തളി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതിയേ. നമ്മുടെ സാമ്പാർ പരിപ്പിന് അത്രയല്ലേ വേവുള്ളൂ. 2 വിസിലൊക്കെ വന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വന്നിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വെന്താൽ മതി കേട്ടോ. നല്ല അങ്ങോട്ട് വെന്തുടയണ്ട. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് താളിക്കാനേ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. അതിലേക്ക് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു അര സ്പൂണ് ഉലുവയും 1/2 സ്പൂണ് നല്ല ജീരകമൊട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെല്ലുള്ളി ഉണ്ടല്ലോ, ഒരു വെല്ലുള്ളിയാണ്, അതും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് പച്ച സ്മെല്ല് പോകണ വരെ വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല ഒന്ന് പച്ച സ്മെല്ല് പോട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കണ്ടിട്ട് കൊടുക്കാം. തക്കാളി നല്ല ഒന്ന് വെന്തുടയണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്നൊന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നല്ലോണം മഞ്ഞക്കറൊക്കെ കണ്ട് പോയ വാഴക്ക നല്ല കഴുകിയിടണേ. കുമ്പളങ്ങി, ഉരുളക്കിഴങ്ങ്, ഈ 3 കായ് മാത്രമേ ഇടുന്നുള്ളേ. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ ഇടുന്നില്ല. ഇത് മാത്രം നമ്മളിട്ടിട്ട് നല്ലോണം കണ്ട് ഇളക്കി കൊടുക്കാം. എണ്ണയിലിട്ടിട്ട് നല്ലൊരു 2 മുതൽ 3-4 മിനിറ്റ് വരെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊന്ന് വഴറ്റിയെടുത്തിട്ട് നല്ലൊന്ന് ആവി ഒന്ന് വരട്ടെ, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലൊന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായ് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിന് നമ്മുടെ പട്ടഗ്രാമ്പു പൊടിച്ചതും അതും ഇട്ടിട്ടേ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം നല്ല ഇളക്കി കൊടുക്കണേ. ഉപ്പ് നോക്കണം കേട്ടോ, കായലിക്കൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കണ്ടേ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരാനുള്ള ഒരു 2 വിസിൽ കൊടുക്കാം നമുക്ക്. വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വിസിലൊക്കെ ഒന്ന് പോയതിന് ശേഷം മെല്ലെ ഒന്ന് തുറക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് വന്നിരിക്കുന്നു കേട്ടോ. അതിലേക്ക് മുരിങ്ങക്കായും കത്തിരിക്കയും നമ്മുടെ മാങ്ങയും അതും കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇത് വിസിൽ വെക്കണ്ട, ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതിൽ കണ്ട് തികയില്ലല്ലോ. പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിത്തളയും കുറച്ച് പച്ച കറിവേപ്പിൻ്റെ ഇലയും നമുക്ക് പിച്ചിടാം. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചാണ്ട് എടുക്കാം. നല്ല തള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഓഫാക്കി വെക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ കായ്ച്ചാർ ഇവിടെ അടിപൊളി ടേസ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.